ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നീലിമയും സച്ചിയും ഇവർ രണ്ടുപേരും നല്ല കൂട്ടാണല്ലോ. നീലിമ സ്ഥലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നാട്ടിലോട്ട് വന്നപ്പോഴേക്കും സച്ചിയാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ബന്ധപ്പെട്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾക്കും സൈനിട്ട് കൊടുത്തതും എല്ലാം സച്ചിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നീലിമക്ക് സച്ചിയോട് ഭയങ്കര കാര്യമാണ്. സച്ചിക്കാണെങ്കിൽ നീലിമയാണ് സുധിയുടെ പഴയ കാമുകി എന്ന് അറിയാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ നീലിമ ആ മനസ്സിൽ ദേഷ്യം പോകുന്നില്ല സുധിയോട്. കാരണം അന്ന് കൊണ്ടുപോയ പൈസയുടെ മുതലും പലിശ അടക്കം സുധി മേടിച്ചല്ലോ നീലിമയുടെ കയ്യിൽ നിന്ന്. നീലിമക്കാണെങ്കിൽ അത് ഓർക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുവാണ്. കാനഡയിൽ ഇരുന്നിട്ടൊന്നും നീലിമക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അവസാനം നീലിമ ആ സുധിക്കും അവൻ്റെ ഭാര്യയ്ക്കിട്ടും ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ നാട്ടിലോട്ട് അവിടെ നിന്ന് വരുവാണ്. കാനഡയിൽ നിന്നും വരുമ്പോഴേക്കും സച്ചിയാണ് വിളിക്കുന്നത് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഹോട്ടലിലോട്ടും മറ്റും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സച്ചിയുടെ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നീലിമ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും സച്ചിയാണ് വിളിക്കുന്നത്. സച്ചി നീലിമ നല്ല പണക്കാരിയാണല്ലോ. സച്ചി നല്ല കോളാണല്ലോ എന്ന് വന്നിരിക്കുന്നതെന്ന് നോക്കുവേ. രാവിലെ തന്നെ നീലിമ വിളിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, രേവതി എനിക്കിന്ന് രാവിലെ തന്നെ നല്ല കോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്യുവാണ് നീലിമയുടെ. അപ്പോൾ നീലിമ പറയും, സച്ചി ഞാൻ നീലിമയാണേ, ഞാനിപ്പോൾ എയർപോർട്ടിലുണ്ട്, എന്നെ ഒന്ന് വന്ന് പിക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുവാണേ. അപ്പോൾ തന്നെ സച്ചി അതിനെന്താ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് എളുപ്പം പോകുവാണ് വീട്ടിൽ നിന്ന്. ഭയങ്കര സന്തോഷമായി. കാരണം സച്ചിക്ക് വല്ലപ്പോഴും ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ കിട്ടുന്നത്. അതും നീലിമയെപ്പോലെ, നീലിമ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എളുപ്പം ഓടുവാണ് നീലിമേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എയർപോർട്ടിൽ പോയി നീലിമയെ പിക്ക് ചെയ്തിട്ട് സച്ചി ഇങ്ങോട്ട് നാട്ടിലോട്ടും വരുവാണേ. നാട്ടിലോട്ട് വരുമ്പോഴേക്കും സച്ചി ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോഴേക്കും നീലിമയുടെ മുഖം ഇങ്ങനെ ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം. സച്ചി എന്ത് ചോദിച്ചിട്ടോ ഇങ്ങനെ അധികം റെസ്പോൺസ് ഒന്നുമില്ല. ഇങ്ങനെ അതും ഇതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി നീലിമയോട് ചോദിക്കുന്നുണ്ട്, മാഡം എന്തു പറ്റി മാഡം, മുഖത്ത് നല്ല ടെൻഷനാണല്ലോ, എന്താ കാര്യം, ദേഷ്യം പോലെയും തോന്നുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയും, ഒന്നുമില്ല. അപ്പോൾ പറയും, മാഡം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ സഹായിക്കാമെന്ന് പറയുമ്പോഴേക്കും നീലിമ പറയും, സച്ചി ഈ നാട്ടിലൊരാൾ എന്നെ പറ്റിച്ച് എൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ അടിച്ചുകൊണ്ടും പോയി എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, 50 ലക്ഷം രൂപയോ? മാഡത്തിനെ പോലെ ഇത്രയും വിവരവും ബുദ്ധിയുള്ള ആളുടെ കയ്യിൽ നിന്ന് ആരെയും 50 ലക്ഷം അടിച്ചുകൊണ്ടും പോയത്? ഒന്നും പറയണ്ട സച്ചി, അതൊക്കെ ഒരു വലിയ കഥയാണ്. പക്ഷേ എനിക്ക് ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയേ പിന്നെ ഒരു സമാധാനമില്ല. അവനിട്ടൊരു പണി എനിക്ക് കൊടുക്കണം. സച്ചി എന്നെ അതിനൊന്ന് സഹായിക്കാമോ? സച്ചിക്ക് ഇവിടെ ആരെങ്കിലും ഒരു കൊടുക്കുന്ന അങ്ങനെ ആരെങ്കിലുമൊക്കെ അറിയാമോ എന്ന് ചോദിക്കുവാണേ. അപ്പോൾ സച്ചി പറയും, മാഡത്തിന് എനിക്കിപ്പോൾ കുറച്ച് നാളത്തെ പരിചയമുള്ളൂ എങ്കിലും മാഡത്തിന് എനിക്ക് ഭയങ്കര കാര്യമാണ്. മാഡത്തിന് ആ ബുദ്ധിമുട്ടിച്ച ആൾ ആരാണെങ്കിലും ശരി, ആളെ എന്നോട് പറഞ്ഞോ, ഞാൻ സഹായിക്കാം മാഡത്തിനെ എന്ന് പറയുകയാണ്. അപ്പോൾ നീലിമ പറയും, സച്ചി എങ്ങനെ സഹായിക്കാനാ? മാഡത്തിന് എന്നെ പറ്റി ശരിക്കും അറിയാനിട്ടാ. പണ്ട് എനിക്ക് അത്യാവശ്യം തരികിട പരിപാടി ഒക്കെ ഉണ്ട്. കല്യാണത്തിന് മുമ്പ് ഞാൻ അത്യാവശ്യം ഈ നാട്ടിൽ അറിയപ്പെടുന്നൊരു ഗുണ്ടയായിരുന്നു. കല്യാണത്തിന് ശേഷം എൻ്റെ ആ സ്വഭാവമൊക്കെ മാറി കേട്ടോ. പക്ഷെ മാഡത്തിന് വേണ്ടി, മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ലക്ഷം രൂപ തട്ടിയെടുത്ത അയാൾ ആരാണെങ്കിലും ശരി, ഇനി വേറൊരാളെയും അയാൾ പറ്റിക്കാൻ പാടില്ല. മാഡത്തിന് വേണ്ടി ഞാനിത് ഏറ്റെടുക്കുവാന്ന് സച്ചി പറയുവാണേ. അപ്പോൾ നീലിമ പറയും, ഒരുപാട് നന്ദിയുണ്ട് സച്ചി, എനിക്ക് ഈ നാട്ടിൽ ഒന്നാണ്ട് ആരെയും അറിയാൻ പാടില്ല, സച്ചിയെ മാത്രമേ അറിയത്തുള്ളൂ. അന്ന് പോലീസ് സ്റ്റേഷനിലും സച്ചി എന്നെ സഹായിച്ചു, ഇപ്പോൾ ദാ ഇവിടെയും എന്നെ സഹായിക്കാൻ പോകുന്നു. ഒരുപാട് നന്ദിയുണ്ട് സച്ചി എന്ന് പറയുവാണെങ്കിൽ സച്ചിക്ക് ശരിക്കും അറിയത്തില്ല എന്താ സംഭവം. സുധിയാണ് നീലിമയുടെ കയ്യിൽ നിന്നും ആ പൈസ എടുത്ത വിരുദ്ധനെന്നൊന്നും സച്ചിക്ക് അറിയില്ലല്ലോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, മാഡം ആരാണെങ്കിലും ശരി എനിക്ക് കാണിച്ചു താന്ന് പറയുവാണേ. അപ്പോൾ നീലിമ ഇങ്ങനെ പറയുന്നുണ്ട്, ശരി സച്ചി ഞാൻ കാണിച്ചു തരാം, അവൻ്റെ വീട് ഈ പരിസരത്തൊക്കെ തന്നെയാണെന്നൊക്കെ പറയുവാണേ. അവൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ സച്ചിയെ കോൺടാക്ട് ചെയ്യാമെന്ന് പറയുവാണ് നീലിമ. അപ്പോൾ സച്ചി പറയും, മാഡം എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ ഓടിയെത്തും എന്ന് പറയുവാണേ. അങ്ങനെ ഒരു ദിവസം കഴിയുന്നുണ്ട്. നീലിമ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും സച്ചിയെ വിളിക്കുവാണ്. സച്ചി ആളെ കിട്ടിയിട്ടുണ്ട്, ആളെവിടെയാണ്, എന്താ ചെയ്യുന്നതെന്നൊക്കെ എല്ലാം എനിക്കറിയാം, സച്ചി ഇപ്പം എവിടെയുണ്ട്, എളുപ്പം വരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ഓടിപ്പോകുവാണ് നീലിമയുടെ അടുത്തോട്ട്. അപ്പോൾ നീലിമ പറയും, സച്ചി എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ എടുത്തുകൊണ്ടും പോയി എന്ന് പറഞ്ഞ ആളില്ലേ. നീലിമ ശരിക്കും ഫുൾ സ്റ്റോറിയൊന്നും സച്ചിയോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സച്ചിക്കും എന്താ കാര്യമെന്നൊന്നും അറിയത്തില്ല. അയാളെ ഞാൻ കണ്ടുപിടിച്ചു, അവൻ എന്താ ചെയ്യുന്നതെന്നും എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ആണോ മാഡം, എന്നാൽ വണ്ടി കയറ്, മാഡം വഴി പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് എടുക്കാമെന്ന് പറയുവാണേ. എന്നിട്ട് നീലിമ സച്ചിയേയും കൂട്ടി നേരെ പോകുവാണ്. എങ്ങോട്ടാണ്? നമ്മൾ
നമ്മുടെ സുധിയുടെ ഷോപ്പില്ലേ, നീലിമ കണ്ടുപിടിച്ചു സുധി അവിടെ ഷോപ്പിട്ടതൊക്കെ. അപ്പോൾ നീലിമ സച്ചിയും കൂട്ടി ആ ഷോപ്പിലോട്ട് പോകുവാണ്. അപ്പോൾ ഷോപ്പിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തുമ്പോഴേക്കും സച്ചിക്കൊരു സംശയമാവേ. സച്ചി പറയും, മാഡം എന്താ മാഡം ഇവിടെ നിർത്താൻ പറഞ്ഞത്, എന്തെങ്കിലും മേടിക്കാനുണ്ടോ? അല്ല സച്ചി, ഇതാണ് അയാളുടെ കട, എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തെന്ന് പറഞ്ഞില്ലേ, അവൻ്റെ കടയായി ഇതെന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ഞെട്ടുവേ. സച്ചി അവൻ മനസ്സിലോർക്കും, ഇത് നമ്മുടെ സുധിയുടെ കടയല്ലേ, സുധിയെ പറ്റിയാണോ ഈ മാഡം പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സച്ചി ഇങ്ങനെ ആലോചിക്കുവേ. അപ്പോൾ നീലിമ പറയും, അവനിട്ട് 2 പൊട്ടിച്ചാലേ എൻ്റെ മനസ്സിലെ ദേഷ്യമൊക്കെ അങ്ങോട്ട് പോവത്തുള്ളൂ എന്ന് നീലിമ പറയുവാണേ. അപ്പോൾ സച്ചി പറയും, മാഡത്തിന് ആ പറ്റിച്ച ആളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയും, സുധി. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുവാണേ. ഈ സുധി എന്തിനാ മാഡത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ അടിച്ചു മാറ്റിയത്, ഇവർ തമ്മിൽ എന്താ പ്രശ്നം, എന്താ ബന്ധം എന്നൊക്കെ സച്ചി ഇങ്ങനെ ആലോചിക്കുവാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, മാഡം എന്നാൽ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുവാണേ. സച്ചി എന്ത് ചെയ്യണമെന്നറിയാതെ വണ്ടിയുടെ പുറത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അപ്പോൾ നീലിമ പറയും, എന്താ സച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ സച്ചി പറയും, ഇല്ല മാഡം, നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നത്തിൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ നീലിമ പറയും, അവനും ഞാനും തമ്മിൽ ഒരിടക്ക് പ്രണയത്തിലായിരുന്നു, അപ്പോഴാണ് അവൻ ഇതൊക്കെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് അത്, അവൻ എനിക്ക് തന്ന പൈസയാണ് അത്, എന്നിട്ട് അവൻ എന്നെ പറ്റിച്ച് വേറെ കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ പൈസ ഭാര്യയും കൂട്ടി വന്ന് മുതലും പലിശയടക്കം എൻ്റെ അടുത്ത് നിന്ന് 53 ലക്ഷമാണ് അവൻ മേടിച്ചുകൊണ്ടും പോയെന്ന് നീലിമ പറയുവാണേ. അപ്പോഴേക്കും സച്ചിക്ക് മനസ്സിലായി, എടാ കള്ളാ, നീ ആ 53 ലക്ഷത്തിനാണല്ലേ അപ്പോൾ ഈ കട തുടങ്ങിയത്, കൊള്ളാലോ നീ, എന്നിട്ട് ശ്രുതിയുടെ അമ്മായച്ചൻ മലേഷ്യ അയച്ചു കൊടുത്ത കാശാണെന്ന്. അപ്പോൾ ഈ മാഡം, എന്നാലും കണക്ക് ശരിയാവുന്നില്ലല്ലോ, മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് ശരിക്കും മാഡം എത്ര രൂപ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതെന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, 27 ലക്ഷം ശരിക്കും അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചത്, പക്ഷേ അവൻ മുതലും പലിശ അടക്കം 53 മേടിച്ചെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് മനസ്സിലാവേ, 27 ലക്ഷം, ഇതെൻ്റെ അച്ഛൻ്റെ കാശല്ലേ, അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാശിനാണ് ഇവൻ ഈ കട തുടങ്ങിയിരിക്കുന്നതല്ലേ. എനിക്ക് സച്ചിക്കപ്പം നല്ല ദേഷ്യം വരുവാണേ. സച്ചി അങ്ങനെ ഓടി കടയുടെ ഉള്ളിലോട്ട് കയറിയിട്ട് കാരണം പറ്റിച്ചതാണല്ലോ, സ്വന്തം അച്ഛനെ വരെ പറ്റിച്ചിട്ടാണ് സുധി ആ കട അവിടെ പടുത്തുയർത്തിയേക്കുന്നത്. സച്ചി നേരെ ആ കടയുടെ ഉള്ളിൽ കയറിയിട്ട് ദേഷ്യമെല്ലാം സുധിയുടെ മുഖത്തിട്ട് കുറേ അടിയടിച്ച് തീർക്കുവാണേ. സുധിയാണെങ്കിൽ കാര്യം എന്താണെന്നറിയില്ലേ സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താടാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി ഒന്നും പറയുന്നില്ല. നീ വീട്ടിലോട്ട് വാടാ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ ഇടി അങ്ങോട്ട് ഇടിക്കുവാണ്. അത് കാണുമ്പോഴേക്കും നമ്മുടെ നീലിമ കാറിലിരുന്ന് ഇങ്ങനെ സന്തോഷിക്കുവാണ്. നീലിമക്ക് അറിയില്ലല്ലോ സുധിയുടെ അനിയനാണ് ഈ സച്ചി എന്നൊക്കെ. സച്ചി നീലിമ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നീലിമ കൊടുത്ത കൊട്ടേഷൻ സച്ചി ചെയ്യുവാണെന്നാണ്. അപ്പോഴേക്കും എന്നിട്ട് അടിയൊക്കെ കഴിഞ്ഞിട്ട് സച്ചി കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നീലിമ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. നീലിമ സച്ചിക്ക് ആ ഡ്രൈവിംഗ് ഓട്ടത്തിൻ്റെ പൈസ അല്ലാണ്ട് കൂടുതൽ പൈസ കൊടുക്കുവാണ്. അപ്പോൾ സച്ചി പറയും, മാഡം ഈ കാശ് എനിക്ക് വേണ്ട മാഡം, ഇത് മാഡത്തിന് വേണ്ടിയും അവന് എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എൻ്റെ ഡെഡിക്കേഷനാണെന്നൊക്കെ പറയുവാണ്. ഇങ്ങനെ ഒരാളെയും പറ്റിക്കാൻ പാടില്ല, സ്വന്തം അച്ഛനെ പോലും എന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമ പറയും, അച്ഛനെയോ? ഒന്നുമില്ല മാഡത്തിന് എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് നീലിമയെ ഇറക്കേണ്ട സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് സച്ചി നേരെ വീട്ടിൽ പോകുവാണ്. വീട്ടിൽ പോയിട്ട് അച്ഛ എന്നൊക്കെ പറഞ്ഞ് ഒച്ചത്തിൽ വിളിക്കുവാണ്. അപ്പോൾ അച്ഛനും ചന്ദ്രയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, എന്താടാ സച്ചി, എന്താ നീ ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുധിയും ശ്രുതിയും പുറകെ വരുന്നുണ്ട്. ശ്രുതിയുടെ മുഖം കാണുമ്പോഴേക്കും ചന്ദ്രക്ക് സങ്കടവും, എടാ ശ്രുതി നിനക്കിത് എന്ത് പറ്റിയടാ, നിൻ്റെ മുഖമൊക്കെ എന്താ, ആരാടാ നിന്നെ തല്ലിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണല്ലോ. അച്ഛാ, ഈ പൈസ അവന് ആ പൈസ 30 ലക്ഷം രൂപ ആരാ കൊടുത്തതെന്നാണ് പറഞ്ഞത്, മലേഷ്യയിലെ ശ്രുതിയുടെ അച്ഛനോ ആരാണച്ചാ, അവനോട് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചേ. അപ്പോൾ ശ്രുതിയും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുവാണ് കേട്ടാ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ അറിയോ അച്ഛാ ഇവൻ ഈ പൈസ എവിടെ നിന്നാ കിട്ടിയെന്ന്, ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ടും പോയ ആ പെണ്ണില്ലേ, ഇവൻ്റെ പഴയ പെണ്ണ്, അവളുടെ കയ്യിൽ നിന്ന് ഇവൻ മുതലും പലിശ അടക്കം മേടിച്ചു, എന്നിട്ട് ആ പൈസക്കാണ് അവൻ ആ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, എന്നിട്ട് ആ സത്യം അച്ഛനോട് പോലും ഇവൻ പറഞ്ഞില്ലല്ലോ അച്ഛാ, ആ പൈസ ശ്രുതിയുടെ അമ്മായച്ഛൻ തന്നതാണെന്നാണ് ഈ ഭാര്യയും ഭർത്താവും പെരും കള്ളികളാണ് അച്ഛാ എന്നൊക്കെ സച്ചി പറയുവാണേ. ഇതറിഞ്ഞ രവീന്ദ്രനും ചന്ദ്രയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ശ്രുതിയും എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ പോകുന്നുണ്ട്. സുധി, ഇവർ പറയുന്നത് ശരിയാണോടാ, സച്ചി പറഞ്ഞത് ശരിയാണോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ പറയും, അച്ഛൻ ഞാൻ ചോദിക്കാച്ച അവനോടെന്ന് പറഞ്ഞ് വീണ്ടും സുധിക്കിട്ട് 2 പൊട്ടിക്കുവാണ്. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. രവീന്ദ്രൻ ആകെ തകർന്നു പോയ അവസ്ഥയിലായി. കാരണം തൻ്റെ മകൻ ഇത്രയും വലിയ കള്ളത്തരം ചെയ്യുമെന്ന് രവീന്ദ്രൻ ഒരിക്കലും ഓർത്തിട്ടില്ല. ചന്ദ്രയെ ഞെട്ടി. കാരണം ചന്ദ്രയോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ചന്ദ്രക്ക് ശ്രുതിയോട് അങ്ങോട്ട് ദേഷ്യം കൂടി വരുവാണ്. കാരണം മലേഷ്യക്കാരൻ അമ്മായിച്ചൻ തന്ന പൈസയാണെന്ന്
അഹങ്കരിച്ചിരിക്കുമായിരുന്നല്ലോ ചന്ദ്ര. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര പ്രശ്നവുമാണ് അവിടെ വെച്ച്. ഏതായാലും ആ ഒരു കള്ളത്തരം ഇതോടെ കൂടെ പൊളിയുവാണ്. കാരണം ശ്രുതിയുടെ അമ്മായച്ചൻ തന്ന കാശിലാണ് ബിസിനസ് തുടങ്ങിയെന്നുള്ളത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, മര്യാദക്ക് നീ ബിസിനസ് മര്യാദക്ക് അച്ഛൻ്റെ ആ റിട്ടയർമെൻറ്റിൻ്റെ കാശ് എത്രയും പെട്ടെന്ന് അച്ഛനെ തിരിച്ചു കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഈ സച്ചി ഇതായിരിക്കില്ല ഇനി നിന്നോട് ചെയ്യുന്നത്, ഇതിൻ്റെ അപ്പുറം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകുവാണേ. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷം. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.